ശ്രീരാമചന്ദ്രായ നമ. സീതാരാമഗുണാരാമപുണ്യാരണ്യനിവാസിനോ വന്ദേ വിശുദ്ധവിജ്ഞാനോ കവീശ്വരകവീശ്വരോ. കിഷ്കിന്ധാകാന്ഡം ചതുശ്ചത്വാരിംശ സർഗ. 44-ാമത്തെ സർഗം. ശ്രീരാമചന്ദ്രൻ ഹനുമാന് അങ്കുലേയകം നൽകുന്ന വളരെ മംഗളപ്രദമായ സർഗമാണിത്. ഇതുവരെയുള്ള സർഗങ്ങളിൽ 4 ദിക്കിലേക്കുമുള്ള വാനര യൂഥപതികളെ നിശ്ചയിച്ച് പറഞ്ഞയക്കാൻ തയ്യാറായി നിൽക്കുകയാണ് സുഗ്രീവൻ. അങ്ങനെയുള്ള സുഗ്രീവൻ ഹനുമാനിൽ ഉറച്ച നിശ്ചയത്തോടെ പരമപ്രീതനായി വിക്രമിയായ ഹനുമാനോട് പറഞ്ഞു: നഭൂമൗ നാന്തരീക്ഷേവ നാംബരേ നാമരാലേ നാപ്സുവാ ഗതിസംഗം തേ പശ്യാമി ഹരിപുങ്കവ. അല്ലേ ഹരിപുങ്കവ, കവിശ്രേഷ്ഠ, അങ്ങക്ക് തടസ്സം. അങ്ങ് പുറപ്പെട്ടു കഴിഞ്ഞാൽ എവിടെയും ഭൂമോ, ഭൂമിയിൽ, അതിനു മുകളിലുള്ള അന്തരീക്ഷത്തില്, അതിനു മുകളിലുള്ള ആകാശത്തില്, അതിനു മുകളിലുള്ള സ്വർഗരാജ്യത്ത്, ചുവട്ടിലേക്ക് ജലത്തില്, കടലില്, ഇതിലൊന്നും അങ്ങക്ക് തടസ്സം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എല്ലാ ദിക്കും, അതുപോലെ എല്ലാ ദിക്കിലെയും ജീവജാല വർഗങ്ങളെയൊക്കെ സകല ലോകത്തെയും താങ്കൾക്ക് നന്നായിട്ട് അറിയാം. താങ്കളുടെ കഴിവ്, താങ്കളുടെ പിതാവായ വായുവിനോട് ഒത്ത ഗതി, വേഗം, പ്രഭാവം, കാര്യസാമർഥ്യം എല്ലാം താങ്കൾക്കുണ്ട്. ലോകത്തൊരു ജീവി പോലും താങ്കൾക്കൊത്ത പ്രഭാവശാലിയല്ല. അല്ലയോ നയപണ്ഡിതനായ ഹനുമൻ, താങ്കളിൽ വേണ്ടുവോളം ബലം, ബുദ്ധി, പരാക്രമം, ദേശകാലാനുവൃത്തി, നയം എന്നിവ വർത്തിക്കുന്നു. വളരെ ശ്രേഷ്ഠമായൊരു ഇതാണ് സുഗ്രീവൻ പറഞ്ഞത്. ഹനുമാനിൽ ബലം, ശാരീരിക ബലമുണ്ട്, ബുദ്ധി, മാനസികവും, അതിന് മേലുള്ള ഇന്റലക്ച്വൽ പവർ, ബുദ്ധിയുണ്ട്, പരാക്രമം, കാര്യങ്ങൾ നടത്താൻ വേണ്ടിയുള്ള കഴിവുണ്ട്. ദേശകാലാനുവൃത്തി, എങ്ങനെ ദേശവും കാലവും അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ നയം, വേണ്ട പോലെ നയം, ഇതെല്ലാം ഒരു കാര്യസാധ്യത്തിന് വേണ്ട എല്ലാം അങ്ങയിൽ വർത്തിക്കുന്നു. ഇതങ്ങനെ കേട്ടു ശ്രീരാമചന്ദ്രൻ. അപ്പൊ കാര്യസാധനത്തിന് ഹനുമാനിലുള്ള സുഗ്രീവന്റെ ഉറച്ച മനസ്ഥിതി അദ്ദേഹം മനസ്സിലാക്കി. ശ്രീരാമചന്ദ്രൻ മനസ്സിലാക്കി. വളരെ പ്രഹൃഷ്ടനായിക്കൊണ്ട് ദദൂ തസ്യ തതപ്രീത സ്വനാമ അംഗോപശോഭിതം അങ്കുലീയം അഭിജ്ഞാനം രാജപുത്രയാ പരന്തപ. പരന്തപനായ ശ്രീരാമൻ ബാക്കി ശത്രുക്കളെ ബുദ്ധിമുട്ടിക്കുന്ന അത്രയും പരാക്രമമുള്ള ശ്രീരാമചന്ദ്രൻ സ്വനാമ അംഗോപശോഭിതം, സ്വന്തം പേരുള്ള രാമചന്ദ്ര അല്ലെങ്കിൽ ശ്രീരാമ എന്നെഴുതിയ ആ പേരോടുകൂടിയ അങ്കുലീയകം പരമപ്രീതനായിട്ട് ഹനുമാന് നൽകി. അങ്കുലീയം അഭിജ്ഞാനം രാജപുത്രിയായ സീതാദേവി അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഹനുമാന്റെ കയ്യിൽ അങ്ങനെ നൽകി. എന്നിട്ട് പറയാണ്: ഹേ കവിശ്രേഷ്ഠ, ഈ അടയാളത്താൽ ജനകാത്മജ ഭയം അകന്ന് എന്റെ അടുക്കൽ നിന്നാണ് താങ്കൾ വരുന്നതെന്നറിഞ്ഞ് സമാധാനിക്കട്ടെ. താങ്കളുടെ മനോബലം, കാര്യപാഠശക്തി, സുഗ്രീവന്റെ സന്ദേശം എന്നിവയാൽ എന്റെ കാര്യം സിദ്ധിച്ചതുപോലെ അനുഭവപ്പെടുന്നു. സംഗതി അതിനുവേണ്ടി പുറപ്പെട്ടിട്ടുള്ളൂ എങ്കിലും അത് സിദ്ധിച്ച മാതിരി ഒരു മംഗളസൂചകമായിട്ട് എനിക്ക് അനുഭവം വരുന്നു എന്നാണ് ശ്രീരാമൻ അഭിപ്രായപ്പെടുന്നത്. ഹനുമാൻ അത് വാങ്ങി തലയ്ക്ക് കൈവച്ച് തൊഴുത് ശ്രീരാമചന്ദ്രന്റെ ചരണങ്ങളെ വന്ദിച്ച് പുറപ്പെട്ടു. ആ സമയത്ത് കാറ് നീങ്ങിയ നഭോമണ്ഡലത്തിൽ പ്രശോഭിക്കുന്ന ചന്ദ്രനെ പോലെ ഹനുമാൻ മറ്റു കപികുലമണ്ഡലങ്ങളുടെ ഇടയിൽ അങ്ങനെ തിളങ്ങി. ശ്രീരാമചന്ദ്രൻ പിന്നെയും പറയാണ്, അവസാനം സന്ദേശം അതിൽ പറയാണ്: ഹേ അതിബലബലമാശ്രിതസ്തവാഹം എന്നാണ് ശ്ലോകം, അവസാനത്തെ ശ്ലോകം. അല്ലെ അതിബലനായ കവീശ്വര, താങ്കളുടെ ബലത്തെ ആശ്രയിച്ചാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതുപോലെ താങ്കളുടെ കുറവില്ലാത്ത വിക്രമത്തെയും ആശ്രയിച്ചിരിക്കുന്നു. സീതയെ എങ്ങനെയാണോ കണ്ടുപിടിക്കാൻ സാധിക്കുക അവണ്ണം കാര്യങ്ങൾ ചെയ്താലും എന്ന് ആശ്വസിപ്പിച്ച് ആ സന്ദേശം കൊടുത്തുവിടാണ് ശ്രീരാമചന്ദ്രൻ ചെയ്യുന്നത്. ഇത്രയാണ് ഈ സർഗത്തിലുള്ളത്. ഇതിന്റെ ചില വ്യാഖ്യാനങ്ങളിൽ പറയുന്നുണ്ട്. അങ്കുലീയകം എന്താണ്? സ്വനാമ അങ്കുലീയകം, 3 രത്നമുള്ളതാണ് ആ അങ്കുലീയകം. അതിൽ ശ്രീരാമ എന്ന് എഴുതിയിട്ടുണ്ട് എന്നൊക്കെ ചില വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. സ്വനാമാങ്കുലീകം, സ്വന്തം നാമാണ് എഴുതിയത്. രാജപുത്രയ,
അപ്പോൾ ഇതെവിടെ ഉണ്ടാക്കിയത്? മിഥില രാജധാനിയിൽ ഉണ്ടാക്കിയതാണ്. ശ്രീരാമചന്ദ്രനെ സീത ഭരിച്ചു എന്ന് പറഞ്ഞ് വിവാഹം അപ്പോഴല്ലോ, ദശരഥൻ വരാനൊക്കെ താമസമുണ്ടല്ലോ. ആ സമയത്ത് അവിടെയുള്ള സ്വർണ്ണപ്പണിക്കാരെ കൊണ്ട് ഉണ്ടാക്കിച്ച മോതിരമാണ്. എന്നിട്ട് അത് സീതാദേവി ശ്രീരാമചന്ദ്രന്റെ കയ്യിൽ ചാർത്തുന്നു, മോതിരവിരലിൽ ചാർത്തുന്നു. അതാണ് അങ്കുലീകം, സ്വനാമായ അങ്കുലീകം. അതിന് വേറൊരു ശ്ലോകം ഉണ്ട്, പറയുന്നുണ്ട്, സുവർണസ്യ 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 അങ്കുലീകം. സുവർണസ്യ, സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ് അങ്കുലീകം, മോതിരം. സുവർണസ്യ, നല്ല വർണ്ണമുള്ളത്, നല്ല തെളിച്ചമുള്ളതാണ്. മൂന്നാമത്തെ സുവർണസ്യ എന്നുള്ളതിന്റെ അർത്ഥം അതില് വർണ്ണങ്ങൾ, അക്ഷരങ്ങളുണ്ട്, സുഷ്ഠുവായി നല്ല വേണ്ട പോലെ ശ്രീരാമ അല്ലെങ്കിൽ രാമചന്ദ്ര എന്നെഴുതിയ അക്ഷരങ്ങളുണ്ട്. ആ അങ്കുലീകമാണ് കൊടുത്തത് എന്ന് പറയുന്നു. പിന്നെ ചില വ്യാഖ്യാനങ്ങളിൽ പറയുന്നതാണ്, എന്തുകൊണ്ടാണ് ഹനുമാന്റെ അടുത്ത് കൊടുത്തത്? ഇത് നേരത്തെ അറിയിച്ച ഹനുമാനെ മാത്രം പറഞ്ഞാൽ പോരെ, ബാക്കിയുള്ളത് കിളിക്കൊക്കെ കവികളെ അയക്കേണ്ട കാര്യമുണ്ടോ? അതുപോലെ തന്നെ ഇതിന്റെ തലവനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് അങ്കദനെയാണ്, അല്ലാതെ വേറെ ആരുമല്ല. അപ്പൊ എന്താണ് അതിന് സമാധാനം പറയണ്? ഒന്നാമത് ഏറ്റവും സംശയമുള്ള, ഏറ്റവും സാധ്യത ഉള്ളത് തെക്ക് ദിക്കാണ്. ലങ്ക തെക്ക് ദിക്കാണ്. രാവണൻ അങ്ങനെ കൊണ്ടുപോയിക്കണതെന്ന് തെക്കോട്ട് പോകുന്നതായിട്ട് ഇവരൊക്കെ കണ്ടു. അപ്പൊ അവിടേക്കാണ് സാധ്യത. എങ്കിലും മറ്റോടത്തും തിരയാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളവരെ വിട്ടത്. തെക്കു ദിക്കിലേക്ക് പ്രധാനമായിട്ട് സുഗ്രീവന്റെ 4 മന്ത്രിമാരെയും, ഹനുമാൻ, ജാമ്പവാൻ, മൈന്ദൻ, ദ്വിവിധൻ, 4 പേരെ അങ്ങോട്ട് അയച്ചേക്കുന്നത്. യുവരാജാവായിട്ടുള്ള അങ്കദനുണ്ട്. അപ്പൊ അതിൽ വെച്ച് ഏറ്റവും ബുദ്ധിശ്രേഷ്ഠൻ, അല്ലെങ്കിൽ അത് എല്ലാ കവികളിലും വെച്ചും ആ യൂഥത്തിൽ, ആ സമൂഹത്തിൽ, ആ ഇതിൽ ഹനുമാനാണ് ശ്രേഷ്ഠൻ. ഹനുമാന്റെ അടുത്ത് എന്ത് കൊടുത്താലും കാര്യം നേടുന്ന ഉറച്ച വിശ്വാസം സുഗ്രീവനുണ്ട്. അപ്പൊ സുഗ്രീവന്റെ ഉറപ്പ്, ഹനുമാന്റെ ബുദ്ധി, വിവേകം, ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ശ്രീരാമചന്ദ്രൻ ഹനുമാൻ ഇത് കൊടുത്തത്. ഇനി വേറെ ഒന്നും കൂടിയും പറയാനുണ്ട്. ഇവിടെ തിരൂര് ഹനുമാൻകാവിന്റെ അടുത്താണ് നമ്മളൊക്കെ. അത് ഹനുമാൻകാവ് സംഗതി ശ്രീരാമചന്ദ്രന്റെ അമ്പലമാണെങ്കിലും ഹനുമാന്റെ പേരിലാണ് അറിയുന്നത്. ഇവിടുത്തെ സങ്കല്പം തന്നെ ആണ് ആ ശ്രീരാമചന്ദ്രന്റെ കയ്യിൽ നിന്ന് വളരെ വിനയാന്വിതനായിട്ട് അങ്കുലീകം മേടിക്കുന്ന, അടയാളവാക്യം കേൾക്കുന്നതായിട്ട് ഇവിടെ ഈ അധ്യായത്തിലും സർഗത്തിൽ പറയുന്നില്ലെങ്കിലും അങ്കുലീകം വാങ്ങി ശ്രീരാമചന്ദ്രൻ പറയുന്ന സന്ദേശങ്ങൾ വളരെ ശ്രദ്ധിച്ച് തല ചിരിച്ച് നിൽക്കുന്ന ഹനുമാന്റെ സങ്കല്പമാണ് ഇവിടെ ഹനുമാൻകാവിലുള്ളത്. അപ്പൊ ആ സങ്കല്പത്തിന്റെ ശക്തി, അതുപോലെ തന്നെ ഹനുമാനെ സേവിച്ചു കഴിഞ്ഞാൽ ബുദ്ധി, ബലം, യശോധൈര്യം ഇതൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പുറപ്പെടുമ്പോൾ ഹനുമാനെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ അത് വളരെ മംഗളമായി തീരും എന്നുള്ളതുകൊണ്ട് കാര്യസാധ്യത്തിന് വേണ്ടി അവില് വഴിപാട് ചെയ്യണു. ഒരു നാഴി അവില് അല്ലെങ്കിൽ ഒരു പൊതി അവില്, അങ്ങനെയുള്ള കുഴച്ച അവിലോ കുഴക്കാത്ത അവിലോ ഒക്കെ ഹനുമാൻ ഇവിടെ വഴിപാട് ചെയ്ത് എത്രയോ പേർക്ക് കാര്യസിദ്ധി നേടുന്നു. ആ കാര്യസിദ്ധിക്ക് എന്ത് കാര്യം പുറപ്പെടുമ്പോൾ അത് മംഗളമായി തീരാൻ ഹനുമാന്റെ ഒരു കടാക്ഷം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ധാരാളം ആൾക്കാർ വരുന്നത്. ആ ഹനുമാൻ സ്മരണ പോലും നമുക്ക് ബുദ്ധേർ ബലം യശോധൈര്യം തൃപ്പെടുത്തും അരോഗതാം അജാഡ്യം വാക്പടുത്വം ഹനുമാൻ സ്മരണാത്ഭവേൽ. ശ്രീരാമചന്ദ്ര പാദാർപ്പണമസ്തു.